അയ്യോ മതിയായി, ഇവിടെ ഇനി നമുക്ക് വേണ്ട. അല്ല മോളെ ശൈലു, മുഖത്ത് ചായം പൂശി സ്റ്റേജിൽ നാടകം കളിക്കുന്നതാണ് വലിയ കാര്യം എന്നാ ഞാൻ ഓർത്തിരുന്നു. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, അതാണ് ഏറ്റവും എളുപ്പമെന്ന്. ജീവിതത്തിൽ നാടകം കളിച്ച് അതാണ് സത്യമെന്ന് എല്ലാരെയും വിശ്വസിപ്പിച്ചിട്ട് നമ്മളും അത് തന്നെ വിശ്വസിച്ചിരിക്കുകയാണല്ലോ. ഇതാണ് ഏറ്റവും കഷ്ടം എന്റെ മോളെ. വേണ്ട മോളെ, ഈ ജീവിതം നമുക്ക് വേണ്ട. ഇവിടെ നമുക്ക് എത്രയും പെട്ടെന്ന് പോവാം. ചെകുത്താനും കടലിനും ഇടയ്ക്കുന്ന കേട്ടിട്ടില്ലേ? ആ അവസ്ഥയില്ല നമ്മളിപ്പോ. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല മോളെ. എന്താ ഇപ്പൊ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? ഇപ്പൊ സംസാരിക്കാതെ ഇരുന്ന പറയാൻ ഇനി നമ്മൾ ഉണ്ടാവുമെന്ന് ആർക്കറിയാം മോളെ. അന്ന് ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് നിന്നെയും വിളിച്ചു വരുത്തി നിന്നെയും ബുദ്ധിമുട്ടിച്ചു. നിന്നെ അവര് കൊല്ലാനും ശ്രമിച്ചു. ഇപ്പതേ ആ വിളിച്ചു വരുത്തിയവനെ ഒട്ട് കാണുന്നില്ല. വന്നപ്പോ ഒരു രാജകൊട്ടാരം പോലെ തോന്നി. പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലായത് ഇതൊരു പ്രേതാലയമാണെന്ന്. ഒരാളെ കാണാതാവുന്നു, പിന്നെ അടുത്ത ആള്. നമ്മുടെ ചാൻസ് വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാം മോളെ? എന്നുവെച്ചാ ഇവിടുന്ന് ഓടി രക്ഷപ്പെടാനാണോ? ഇങ്ങനെയൊക്കെ സംഭവിച്ചോന്ന് പറഞ്ഞിട്ട് ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുത്തിരുന്നെങ്കിലോ? കൊള്ളാം മോളെ, കൊള്ളാം. പോലീസ് കംപ്ലൈന്റ് കൊടുത്താ നമ്മൾ എങ്ങും അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരില്ല. പെർമനന്റ് ആയിട്ട് ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ടേം തിന്ന് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. എന്താ അമ്മാവ നിങ്ങൾ പറയുന്നേ? നീ എന്താ കരുതിയേ? കുട്ടിക്കളിയാണെന്ന് വിചാരിച്ചോ? പോലീസിലെങ്ങാനും കംപ്ലൈന്റ് കൊടുത്താ ആദ്യം നമ്മളെ ആയിരിക്കും പിടിച്ച് ജയിലിലിടുന്നത്. അതുമല്ല, കള്ളത്തരം കാണിച്ച് ആദ്യം ഈ വീട്ടിൽ വന്ന് കയറിയത് നമ്മളാ. എല്ലാത്തിനും കാരണം നിങ്ങളാണെന്നും പറഞ്ഞ് നമ്മളെ ഇട്ട് ശരിക്കും പെരുമാറും. അല്ല മോളെ, അവന്റെ ഭാര്യയായിട്ട് ആക്ട് ചെയ്യാൻ പറഞ്ഞു കരുതി നീ ശരിക്കും അവന്റെ ഭാര്യയാണെന്ന് കരുതിയിരിക്കുക? കഷ്ടം തന്നെ. നാടകത്തില് താലി കെട്ടിയെന്ന് കരുതി അത് യാഥാർത്ഥ്യമാവില്ല. നോക്കുമ്പോളെ, ഇവിടെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങൾ പറയുന്ന കേക്ക്, ഇല്ലെങ്കിൽ നമ്മുടെ ജീവന് തന്നെ ആപത്താ. ഇല്ല, ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല. അയ്യോ, ഇത് കലികാലമാണെന്റെ മോളെ. നിനക്കെന്താ മനസ്സിലാവാത്തേ? നോക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പോവാ. ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല. ഇവിടെ തന്നെ നിൽക്കാൻ പോവാ. നീ എന്തായി പറയുന്ന മോളെ? ഏതോ ഒരുത്തിനു വേണ്ടി നിന്റെ ജീവിതം എന്തിനാ നശിപ്പിക്കുന്നേ? അവൻ ഏതവനോ അല്ല, അവൻ എന്റെ ഭർത്താവാണ്. നിങ്ങൾ വേണമെങ്കിൽ പൊയ്ക്കോളൂ. ഞാൻ ജീവിക്കുന്നതും ഇനി അങ്ങോട്ട് ജീവിക്കേണ്ടതും എന്റെ ഭർത്താവിന് വേണ്ടിയായിരിക്കും. ശൈലു, എന്താ ചെയ്യും? ഓം സൂര്യചന്ദ്ര ചൈതന്യ ആവാഹയാമി. നാഗലോകത്തിന്റെ മഹാരാജാവായ ആദിശേഷന്റെ മനുഷ്യരൂപം തൃശൂരിന്റെ രൂപമായി മാറേണ്ടതാണ്. സർവവ്യാപി ശക്തികളെയും ആവാഹിച്ചു കഴിഞ്ഞു. ഇനി ആ ശക്തികളാൽ ഇവന്റെ രൂപം ഇപ്പോൾ മാറേണ്ടതാണ്. നീലകണ്ഠം വിരൂപാക്ഷം നിർമ്മലം നിലയപ്രഭം നമാമി ശിരസാ ദേവം തന്നോ ദന്തി പ്രചോദയാത്. ഓം നമ ശിവായ, ഓം നമ ഹരായ, ത്രിനേത്രായ നമഃ, ഓം കൈലാസനാഥായ നമഃ, ഓം വിശ്വനാഥായ നമോ നമഃ.
അങ്ങ് എന്താണ് ഈ പറയുന്നത് ഗുരുക്കളെ? എന്റെ മകൻ അവിടെ ബന്ധനസ്ഥനാണെന്നോ? അതെ ദിഗ്വിജയ, ഈ മായാദർപ്പണത്തിൽ കാണുന്ന ഈ കാഴ്ച അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ സ്പഷ്ടമായി മനസ്സിലാക്കാനാകുന്നത് മന്ത്രപ്രയോഗങ്ങളുടെ സൂചനയാണ്. ആരോ അവനെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയി അവന് മേൽ മന്ത്രപ്രയോഗങ്ങൾ നടത്തുകയാണ്. ഗുരുക്കളെ, ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ? അത് വ്യക്തമാകുന്നില്ല ദിഗ്വിജയ. നീ വീട്ടിലുണ്ടായിരുന്നപ്പോൾ അവിടെ ആരെല്ലാം ഉണ്ടായിരുന്നു? എന്നുവെച്ചാ വീട്ടിലുണ്ടായിരുന്ന ആരെങ്കിലും ഇതിന് കാരണക്കാരാണെന്നാണോ പറയുന്നത്? ചോദിച്ചതിന് ഉത്തരം മാത്രം പറയൂ ദിഗ്വിജയ. വീട്ടിലാണെങ്കിൽ എല്ലാരും ഉണ്ടായിരുന്നു. എല്ലാവരും? ആ, എല്ലാവരും. അതിനർത്ഥം എന്തെന്നാൽ ബന്ധുക്കളല്ലാത്ത ആരോ, അങ്ങനെ ആരോ ആണ് അവന് മേൽ മന്ത്രപ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്നതെന്ന് സ്പഷ്ടമായിരിക്കുകയാണ്. ആരാണ് ഗുരുക്കളെ? ആരാണ് അങ്ങനെ പ്രവർത്തിച്ചത്? നാഗലോകത്തുനിന്ന് വന്നവരാണോ? അതോ ഇനി ഗരുഡ ലോകത്തുള്ളവരാണോ? മായാദർപ്പണത്തിലെ പൂജയുടെ വിധിവിധാനങ്ങൾ കാണുന്നതനുസരിച്ച് അവനെ കൊണ്ടുപോയത് നാഗലോകവാസികൾ തന്നെയാണ്. ഗുരുക്കളെ, അവൻ എനിക്കുള്ള ഒറ്റ മകനാണ്. എനിക്കുണ്ടായിരുന്ന മകളെ എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ളപ്പോ അവന്റെ മേലിങ്ങനെ മന്ത്രപ്രയോഗം നടത്തുക എന്ന് വെച്ചാ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അവൻ എവിടെയാണുള്ളത്? എങ്ങനെയാണ് അവനെ കണ്ടുപിടിക്കേണ്ടത്? ക്ഷമയോടെ നിൽക്കൂ ദിഗ്വിജയ, കണ്ടെത്താം നമുക്കവനെ. അവനിപ്പോൾ എവിടെയാണ്? അവന് മേൽ മന്ത്രപ്രയോഗം നടത്തിയത് ആരെല്ലാമാണ്? എല്ലാം കണ്ടെത്തുന്നതിനായി ക്ഷമയോടെ കാത്തിരിക്കുക. മൃത്യുഞ്ജയ, കാലഭൈരവേശ്വര, നിന്റെ കൃപയാൽ പഞ്ചഭൂതശക്തികൾ ആവാഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഓരോരോ ശക്തികൾ ആദിശേഷൻ മാനവരൂപിയായ ഈ തൃശൂലിന്റെ മേൽ പ്രയോഗിക്കേണ്ടതുണ്ട്. ദയവ് ചെയ്ത് കൃപ കാട്ടിയാലും. ആദിശേഷ മാനവരൂപി തൃശൂൽ, നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സ്വാമിജി. നിന്റെ മേൽ പഞ്ചഭൂതശക്തി പ്രയോഗിച്ചു കഴിഞ്ഞു. ഇനിയും ബാക്കിയുള്ളത് ഒരേ ഒരു ശക്തി. ഇനിയും അത് പ്രയോഗിക്കുന്നതിന് മുൻപേ നിന്റെ മേൽ ജ്ഞാനശക്തിയുടെ പ്രഭാവം ചൊരിയേണ്ടതുണ്ട്. നിനക്ക് എങ്ങനെയുള്ള രൂപം വേണം? എത്തരത്തിലുള്ള ഗുണങ്ങൾ നിറയുന്ന മനുഷ്യനാവണം? ഇതിന്റെ ഉത്തരം നിനക്ക് തന്നെ മനസ്സിലാവും. അതുമാത്രമല്ല, നിനക്ക് ഏത് രൂപത്തിൽ ദേഹം വേണം എന്നതിനും ഉത്തരം നീ തന്നെ. സ്വാമിജി, എനിക്ക് പുതിയ രൂപം കിട്ടിയ എന്റെ വീട്ടിലുള്ളവർക്ക് ഞാൻ പുതിയ ആളായിരിക്കും. അങ്ങനെയാവുമ്പോ എനിക്ക് എന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് ലഭിക്കുന്ന ഈ പുതിയ രൂപം കൊണ്ട് എനിക്ക് അവിടെ തന്നെ താമസിക്കാനുള്ള വഴി അങ്ങ് ഒരുക്കി തരണം. എങ്കിൽ മാത്രമേ എന്റെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കൂ. ജയ് ഭോലേനാഥ. ജ്ഞാനവാഹിനിയാൽ ശരിയായ ചോദ്യം തന്നെ വന്നിരിക്കുന്നു. പരമേശ്വര, അവസാന നിമിഷത്തിൽ എത്ര വലിയ ചോദ്യം ചോദിച്ചു. ഇപ്പോൾ തൃശൂൽ ആ വീട്ടിൽ ചെന്ന് കയറുവാൻ ശരിയായ രൂപം തന്നെ വേണം. ആ രൂപത്തിലേക്ക് എത്തിക്കൂ പരമേശ്വര. വഴികാട്ടോ. നിനക്കുപകാരമുണ്ടാവുന്നവന്റെ ദേഹം എവിടെയുണ്ടോ ആ വഴി തന്നെ ആ ആദീശ്വരൻ കാട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അവനെയും കൊണ്ടുവരാം. അതുവരെ നീ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. ഹലോ തൃശൂർ. അല്ലേ? ഇല്ല, വേണ്ട. ഇവിടുന്ന് പോയത് എന്റെ ആദിശേഷനാ. ഇവള് ശിവാനിയൊന്നും അല്ലല്ലോ. എന്നിട്ട് വീട്ടുകാരുടെ മുമ്പിൽ വലിയ ഭാര്യ കളിക്കുന്നത് കണ്ടില്ലേ? തൃശൂൽ, ശിവാനിയെ കുറച്ചുനാള് കാണാതിരുന്നപ്പോ
ഇവിടുന്ന് പുറത്തേക്ക് പോയാ എപ്പോഴെങ്കിലും ആയിരുന്നു തിരിച്ചു കയറി വരുന്നത്. പക്ഷേ ശിവാനി തിരിച്ചെത്തിയതിനു ശേഷം എവിടേക്കെങ്കിലും പോയ അവൻ പറഞ്ഞിട്ടേ പോകാറുള്ളൂ. പക്ഷേ ഇന്നെന്താ അവൻ ഇങ്ങനെ കാണിച്ചത്? അവൻ ആരോടും ഒന്നും പറയാതല്ലേ പോയത്. പോകുമ്പോ അവൻ ഇവളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയാൽ എന്താ? നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടിയേനെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പാവ ശിവാനി, അവളൊരു ഗർഭിണിയല്ലേ. അവളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയായ കാര്യമാണോ? പാവം, ഇവൾ അവനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കെ. അമ്മേ. ആ അങ്കിൾ, തൃശ്ശൂരിലെ കണ്ടായിരുന്നോ? തൃശ്ശൂരിനെ പറ്റി എല്ലായിടത്തും അന്വേഷിച്ചു. അത് മാത്രമല്ല, അവന്റെ കൂട്ടുകാരെവിടേക്കുണ്ടോ അവരോടൊക്കെ ഞാൻ ചോദിച്ചു. അവരാരും അവനെ കണ്ടിട്ട് പോലും ഇല്ലത്രേ. ആരോടും പറയാതെ അവനിത് എങ്ങോട്ടാ പോയത്? പറഞ്ഞിട്ട് പോവാണെങ്കിൽ വീട്ടിലിരിക്കുന്നവരിങ്ങനെ വിഷമിക്കേണ്ട കാര്യം ഉണ്ടാവൂ? ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഇപ്പൊ ഗ്രഹപ്പഴ പിടിച്ച സമയാ. എന്തെങ്കിലുമൊക്കെ കഷ്ടങ്ങൾ ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. ഇപ്പൊ കണ്ടില്ലേ, ദേ ഇതും. ഇല്ല കൊച്ചമ്മ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ആരും വിഷമിക്കണ്ട. അവൻ തിരിച്ചു വന്നിരിക്കും. മധുമതി അടുത്തുള്ള എസ്റ്റേറ്റ് പോയി എല്ലാരോടും അന്വേഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല, CCTV ഫുട്ടേജും ചെക്ക് ചെയ്യുന്നുണ്ട്. മധുമതി വന്നല്ലോ, അവളോട് ചോദിക്കാം. അമ്മേ, അന്വേഷിച്ചായിരുന്നോ? എന്നിട്ടെന്തായി? എല്ലാവരോടും ചോദിച്ചു മോളെ. വാച്ച്മാൻ പോലും കണ്ടിട്ടില്ല അവനെ. നമ്മുടെ വീടിനടുത്തുള്ള എസ്റ്റേറ്റിലെ CCTV ഫുട്ടേജ് വരെ ചെക്ക് ചെയ്തു. അതില് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് മാത്രമേ കണ്ടുള്ളൂ. അതല്ലാതെ മറ്റൊന്നും കണ്ടില്ല. ഒരു കാരണമില്ലാതെ ഇങ്ങനെ കാണാതാവുകയെന്ന് വെച്ചാ ഇതെന്താ വല്ല മായയാണോ അതോ മന്ത്രമാണോ? എന്ത് മായയാണോ മന്ത്രമാണോ, ചീത്ത കാര്യങ്ങൾ മാത്രം നടക്കുന്നത്. ആദ്യം ത്രിവിക്രമനെ നഷ്ടമായി, പിന്നീട് എന്റെ ഭർത്താവിനെ കാണുന്നില്ല. ശിവാനിക്ക് കഷ്ടകാലം. വീണയാണെങ്കിൽ വീട് വിട്ടുപോയി. ഇപ്പതേ എന്റെ തൃശ്ശൂലിനെയും കാണുന്നില്ല. ദൈവത്തിന് നമ്മളോട് എന്തോ ഇഷ്ടക്കുറവുണ്ട് ദമയന്തി. അതുകൊണ്ടാ ഒന്നിനു മേലൊന്നായി ഓരോരോ കഷ്ടപ്പാടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശിവാനി, പോകുന്നതിന് മുമ്പായിട്ട് നിന്നോട് അവൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ മോളെ? ഒന്ന് ഓർത്തു നോക്കിയേ. പുറത്തെങ്ങോട്ട് പോവാണ്, ഒറ്റയ്ക്ക് തന്നെ പോണം, പെട്ടെന്ന് തിരിച്ചു വരാന്ന് പറഞ്ഞിട്ടാ പോയത്. എന്തിനാ പോന്നെന്ന് ചോദിച്ചപ്പോ ഒന്നിനും ശരിയായിട്ട് ഉത്തരം തന്നില്ല എനിക്ക്. എന്നാലും നിനക്കൊന്ന് ചോദിക്കായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ എല്ലാരും വിഷമിക്കുന്നത്. എന്തൊക്കെയാവോ എന്തോ. എവിടെ പോയിരിക്കും എന്റെ ആദിശേഷൻ? ഞാൻ ഇങ്ങോട്ട് വന്നത് നാഗമാണിക്യം സ്വന്തമാക്കാൻ വേണ്ടി മാത്രമല്ല. ഇവിടെ എന്റെ ജന്മജന്മാന്തരങ്ങളിലെ ലക്ഷ്യമുണ്ട്. എന്റെ ആദിശേഷനെ എന്റേത് മാത്രം ആക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ആദിശേഷനോട് എനിക്ക് പ്രണയമുണ്ട്, അതുപോലെ ശിവാനിയോട് വൈരാഗ്യവും. ശിവാനി മരിച്ചുപോയി, എന്നാൽ ആ ശിവാനിയുടെ രൂപത്തിലുള്ള ശൈലു കാരണം എനിക്ക് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുക. അവളോട് ദേഷ്യം തോന്നുക. ആദിശേഷൻ പോകുന്ന സമയത്ത് ഞാൻ എവിടേക്കും പോകരുത്, ഇവിടെ തന്നെ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടാ പോയത്. അവനങ്ങനെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അവൻ എന്റെ മേലെ നല്ല സംശയം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അവനിപ്പോ പുറത്തു പോയതിൽ എന്നോട് ആർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാകോ? എന്നെ ഇനിയും ദിഗ്ബന്ധനത്തിലാക്കാനാണോ? എന്നെ വീണ്ടും ഈ പ്രശ്നങ്ങളിലൊക്കെ കൊണ്ടെത്തിച്ചല്ലോ. ഞാനിനി എന്ത് ചെയ്യും? ഈ കാര്യങ്ങളൊക്കെ നാഗലോകത്തിൽ അറിയിക്കണം. ഇല്ല, ഞാൻ അല്പം കൂടി ക്ഷമിക്കാം. ഓം രുദ്രമാലിനിയേ നമഃ, ജ്വാലമാലിനിയേ നമഃ, ഷണ്ഡമുണ്ടായേ നമഃ. ഓം രക്താർഗപ്രിയേ നമഃ. തൃശൂൽ ബന്ധനത്തിലുള്ള സ്ഥലം കാട്ടിത്തരൂ തായേ, വേഗം കാട്ടിത്തരൂ. മാർഗചക്ര ആവാഹയാമി, മാർഗചക്ര ആവാഹയാമി.
ഗുരുക്കളെ, എന്താണിത്? ഇതാണ് മാർഗചക്രം. ഇത് നിന്റെ മകൻ തൃശൂലുള്ള സ്ഥലത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. അവൻ അവിടെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. പൂജ അവസാനിക്കുന്നതിന് മുൻപായി തന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവനെ നമുക്ക് രക്ഷിക്കാനാകുന്നതാണ്. പ്രപഞ്ചത്തിലെ നാഗയക്ഷ ഭൂതങ്ങൾ ഏത് വിധത്തിലുള്ള മന്ത്രപ്രയോഗങ്ങൾ നടത്തിയാലും ഞാൻ അതിനെ തടയുന്നതാണ്. നിന്റെ മകനെ ഞാൻ രക്ഷിക്കുന്നതാണ്. മാർഗചക്ര, തൃശൂൽ ബന്ധനത്തിലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകൂ. ദൈവമേ, അങ്ങത് കാണുന്നുണ്ടല്ലോ അല്ലേ ഈ വീട്ടുകാരുടെ സങ്കടം? നീ കാണുന്നില്ലേ? എന്റെ കണ്ണീരും അങ്ങ് കാണുന്നില്ലേ? എന്റെ കണ്ണീര് അങ്ങയുടെ കല്ലായ ഹൃദയത്തിൽ വീണിട്ടും അത് അലിയുന്നില്ലേ? തൃശ്ശൂരിന്റെ അമ്മമാര്, ഈ ഞാൻ, വീട്ടുകാര് ഒക്കെ കഷ്ടപ്പെടുന്നത് നീ അറിയുന്നില്ലേ? ഞങ്ങളുടെ ദയ കാണിക്കില്ലേ? എന്തിനാണ് ഇങ്ങനെയുള്ള ശിക്ഷ തരുന്നത്? ഇതിനൊക്കെ അങ്ങയുടെ ഉദ്ദേശം എന്തായിരുന്നു? എല്ലാം ശരിയാക്കാനായിട്ട് തരുന്ന ഒരു സങ്കടമാണോ? അതോ ശരിയാവില്ലെന്നാണോ ഇതിനർത്ഥം? ദൈവത്തിന്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് വീട്ടുകാരുടെയൊക്കെ സഹതാപം പിടിച്ചു പറ്റാനാണോ നിന്റെ ഉദ്ദേശം? അതിലൂടെ എന്റെ ആദിശേഷനെ സ്വന്തമാക്കാന്ന് കരുതണ്ട. അവൻ എന്റെ മാത്രം. എവിടെയോ ഉണ്ടായിരുന്ന എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിട്ടു. എന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾക്കെല്ലാം ഉത്തരം എനിക്ക് തരും. കിട്ടുമ്പോ അത് വീണ്ടും ചോദ്യമായി മാറും. എന്റെ ഭർത്താവിനെ അങ്ങ് കാത്ത് രക്ഷിക്കണേ ഭഗവാനെ. ഒരു പക്ഷേ വിഷമിപ്പിക്കണമെന്നാണെങ്കില്, വിഷമിപ്പിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണെങ്കില് അതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ അനുഭവിച്ചോളാം ഭഗവാനെ. ശിവാനി, എന്താ മോളെ ഇത്? തൃശ്ശൂരിലൊന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം അവന്റെ കഷ്ടപ്പാടുകളൊക്കെ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാ? അതും ഈ അവസ്ഥയിൽ ഇങ്ങനെ പറയാവോ? അതെ മോളെ, ചില സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും ദൈവം തരില്ല. ആഗ്രഹിക്കാത്തതായിരിക്കും സംഭവിക്കുന്നത്. ദൈവം ഗർഭിണികളായ സ്ത്രീകൾ പ്രാർത്ഥിക്കുന്നത് വേഗം കേൾക്കും. എന്താന്നറിയോ? അവൾ ഒരു ജീവനല്ല, 2 ജീവന്. തന്റെ ഭർത്താവ് എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് ഓരോ ഗർഭിണികളും ആഗ്രഹിക്കുന്ന കാര്യം. അമ്മേ, അവൻ അടുത്തില്ലാത്തതിന്റെ സങ്കടത്തിൽ അവൾ എന്തൊക്കെയോ വിഷമങ്ങൾ പറഞ്ഞു പോയതാ. ദൈവമേ, അവളുടെ മനസ്സിന്റെ വിഷമങ്ങൾ മാറ്റണേ. എന്റെ കുഞ്ഞുങ്ങളെ നീ കൈവിടല്ലേ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച അതിന്റെ ശക്തി വളരെ കൂടുതലാ. നമുക്കൊന്നിച്ച് തൃശ്ശൂർ എവിടെയായാലും സുഖമായിരിക്കണേന്നും വേഗം വീട്ടിൽ തിരിച്ചെത്തണേന്നും നമുക്ക് പ്രാർത്ഥിക്കാം മോളെ. ജയ് ഭോലേനാഥ. പോയ കാര്യം നടന്നു. നിന്റെ ആത്മാവിനൊരു ശരീരം ലഭിച്ചു. നിന്റെ ആത്മാവിന് അവന്റെ ശരീരമാണ് സ്വന്തം കിടപ്പാടം. സ്വാമിജി, ആരാണത്? കാണാൻ എങ്ങനെയാണ്? ഇനിയും കുറച്ചു സമയം കഴിയുമ്പോൾ നീ തന്നെ അവനായി മാറും. അവൻ ആരെന്നറിയുവാൻ നിനക്ക് ഇത്രയ്ക്ക് ആഗ്രഹമോ ഭോലേനാഥ? നിന്റെ ചോദ്യങ്ങൾക്ക് നീ തന്നെ ഉത്തരം. സമയം അതിക്രമിക്കുന്നു. എല്ലാം മാറി മറിയുവാൻ പോകുന്നു. ആ അമൃത സമയത്ത് തന്നെ പൂജ നടക്കണം. നിന്റെ ആത്മാവ് അവന്റെ ദേഹത്ത് പരകായ പ്രവേശം നടത്തണം. ഇത് ഭൂതസംക്രമണ കാലം. അല്പമാത്ര സമയം മാറിയാൽ പോലും ഒന്നും നടക്കുകയില്ല. ആ ദേഹവും കിട്ടാതെ ഈ ദേഹവും കിട്ടാതെ നിന്റെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ടി വരും. മന്ത്രാക്ഷരി ചൊല്ലിയാലും ഓ ത്രയംബകം യജാമഹേ
സുഗന്ധിം പുഷ്പവർദ്ധനം പൂർവാതുഗമീവ ബന്ധനാത് മൃത്യോ മുക്ഷിയ മാമൃതാ. ഗുരുക്കളെ, എന്താ? മാർഗചക്രം ഈ വഴിക്കാണ് പോകുന്നത്. മഠയ, മാർഗചക്രന്റെ വഴി യാതൊരു കാരണവശാലും തെറ്റുകയില്ല. അങ്ങനെ സംഭവിച്ച ചരിത്രമില്ല. അങ്ങ് പറയുന്നതാണ് ശരിയെങ്കിൽ മാർഗചക്രം എന്തിനാണ് ഈ വഴിക്ക് പോകുന്നത്? നിന്റെ മകൻ ഇതേ വഴിയിലൂടെ സഞ്ചരിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നത്.